നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. PSC ഇന്ന് നടത്തിയ ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ NCA കാറ്റഗറി എക്സാം ആണ്. അപ്പൊ ഈ പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ ഡിസ്കഷൻ ആണ്. ഈ പരീക്ഷ കുറച്ചു പേർക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എഴുതാത്തവരുണ്ടെങ്കിലും പരീക്ഷ ഇല്ലാത്തവരുണ്ടെങ്കിലും ഉള്ളവരുണ്ടെങ്കിലും നിങ്ങളുടെ ആൻസർ കീ ഒന്ന് പരിശോധിക്കുക. കൂടാതെ ഇനി വരുന്ന എല്ലാ PSC പരീക്ഷകൾക്കും ഞാൻ എപ്പോഴും പറയുന്നത് പോലെ റീസെന്റ് ആയിട്ട് PSC നടത്തിയ എല്ലാ എക്സാംസും നിങ്ങൾ നോക്കിയിട്ട് പോകണം. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെയും റിപ്പീറ്റ് ചെയ്യും, അതുപോലെ തന്നെ ഈ ഏരിയാസും റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, അതുകൊണ്ട് എല്ലാ ക്വസ്റ്റ്യൻസും നോക്കി വെച്ചേക്കണേ. അപ്പോൾ ആൻസർ കീയിലേക്ക് പോവാം. പ്രൊവിഷണൽ ആൻസർ കീ ആണ്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ ശരിയായവ കണ്ടെത്തുക. ഇവിടെ ആദ്യത്തെ 3 പ്രസ്താവനയാണ് PSC പ്രൊവിഷണൽ ആൻസർ കീയിൽ കൊടുത്തത്. പക്ഷെ 4ാമത്തെ പ്രസ്താവന നിങ്ങൾ നോക്കിക്കേ. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ മടങ്ങിയെത്തിയ വർഷം 1915 അത് ശരിയാണ്. ജനുവരി 9, 1915 തന്നെയാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ മടങ്ങിയെത്തിയത്. പക്ഷേ PSC ഈ ആദ്യത്തെ 3 സ്റ്റേറ്റ്മെന്റ്സ് ആണ് ശരിയായിട്ട് കൊടുത്തത്. ഫൈനൽ ആൻസർ കീയിൽ മാറും. ഓക്കെ, അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെ. ശരി. ഇന്ത്യയിൽ ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത പൊതുപരിപാടി ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടനമായിരുന്നു. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ പരീക്ഷണ സത്യാഗ്രഹം എന്നറിയപ്പെടുന്നത് ചമ്പാരൻ സത്യാഗ്രഹമാണ്. അടുത്ത ചോദ്യം, ശ്രീ ചട്ടമ്പി സ്വാമികളുടെ ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ശരിയായവ കണ്ടെത്തുക. പ്രാചീന മലയാളം, ആദിഭാഷ, വേദാധികാര നിരൂപണം എന്നിവയാണ്. ആത്മോപദേശ ശതകം രചിച്ചതാരാണ്? ശ്രീനാരായണ ഗുരു. അടുത്ത ചോദ്യം, 1941 കയ്യൂർ ലഹളയുമായി ബന്ധപ്പെട്ട് 1943 കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് തൂക്കിക്കൊന്നവരുടെ പട്ടികയിൽ നിന്നും ശരിയായവ തെരഞ്ഞെടുത്ത് എഴുതുക. പൊടോര കുഞ്ഞമ്പു നായർ, കോയിത്താട്ടിൽ ചിരുകണ്ഠൻ, പള്ളിക്കൽ അബൂബക്കർ എന്നിവരെയാണ് തൂക്കിലേറ്റിയത്. ഇതില് 3ാമത്തെ ആളിലെ ചുരിക്കാടൻ കൃഷ്ണൻ നായർ, ഇയാളും കയ്യൂർ ലഹളയുമായി ബന്ധപ്പെട്ട വ്യക്തി തന്നെയാണ്. പക്ഷേ പ്രായപൂർത്തിയാകാത്തതുകൊണ്ട് വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കി ഇയാളെ എങ്ങോട്ടേക്ക് വിട്ടു? ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് അയക്കുകയായിരുന്നു. അപ്പൊ കയ്യൂർ സമരം നടന്ന വർഷം ഏതാ? 1941 മാർച്ച് മാസം 28. ഏത് ജില്ലയിലാണ് നടന്നത്? കാസർഗോഡ് ജില്ല. കാസർഗോഡ് ജില്ലയിലെ ഏത് താലൂക്ക്? ഹോസ്ദുർഗ് താലൂക്ക്. ഇനി കയ്യൂർ സമരത്തെ തുടർന്ന് സമരക്കാരിൽ നിന്നുള്ള ആക്രമണത്തെ ഭയന്ന് പുഴയിൽ ചാടി മരിച്ച പോലീസുകാരന്റെ പേരെന്താണ്? സുബ്ബരായൻ എന്നതാണ്. സുബ്ബരായൻ. അപ്പോ കയ്യൂർ സമരത്തെ തുടർന്ന് തൂക്കിലേറ്റപ്പെട്ടവർ ആരൊക്കെ? പൊടോര കുഞ്ഞമ്പു നായർ, കോയിത്താട്ടിൽ ചിരുകണ്ഠൻ, പള്ളിക്കൽ അബൂബക്കർ, ഒരാളും കൂടെയുണ്ട്, മഠത്തിൽ അപ്പു. അപ്പൊ നമ്മുടെ കറണ്ട് അഫയേഴ്സിന്റെ ഫ്രീ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഫ്രീ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ പരീക്ഷ ടെലഗ്രാം ചാനലിൽ ഉണ്ടായിരിക്കും. കൂടാതെ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഇനി വരുന്ന പരീക്ഷകൾക്ക് വേണ്ടി ബാച്ച് കോഴ്സുകൾ വളരെ തുച്ഛമായിട്ടുള്ള ഫീസിൽ പൊക്കോണ്ടിരിക്കുകയാണ്. എല്ലാ ക്ലാസ്സുകളും ഞാൻ തന്നെയാണ് എടുക്കുന്നത്. വരുന്ന ഫയർമാൻ പരീക്ഷ ജൂലൈ 15 സ്റ്റാർട്ട് ചെയ്യുന്ന ഫയർമാൻ പരീക്ഷയ്ക്ക് വേണ്ടി 50 ഡേയ്സ് റിവിഷൻ ടൈം ടേബിൾ വിത്ത് ഡെയിലി എക്സാം ഉണ്ട്. ഓക്കെ, അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്സ് അടക്കമാണ് നമ്മുടെ ആപ്പിൽ ക്ലാസ് ഉള്ളത്. വളരെ തുച്ഛമായിട്ടുള്ള ഫീസിലാണ്. നിങ്ങൾ കയറി ചെക്ക് ചെയ്തോളാം. ഇനി വരാനിരിക്കുന്ന ലാബ് അസിസ്റ്റന്റ് മെയിൻസിന് വേണ്ടിയിട്ട് റിവിഷൻ ബാച്ച് കോഴ്സ് പോകുന്നുണ്ട്. അതിനകത്ത് ഞാൻ 50 ഡേയ്സ് റിവിഷൻ ടൈം ടേബിളും എക്സാമും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ 10th പ്രിലിംസ് 2025 വേണ്ടിയിട്ട് ബാച്ച് കോഴ്സ് പോകുന്നുണ്ട്. അസിസ്റ്റന്റ് സെയിൽസ്മാൻ, ഇനി വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട പരീക്ഷയാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ. അതിന് വേണ്ടിയിട്ട് ബാച്ച് കോഴ്സ് പോകുന്നുണ്ട്. അതുപോലെ PSC നോട്ടിഫിക്കേഷൻ വിളിക്കാനിരിക്കുന്ന കമ്പനി LGS, VFA, ബെവ്കോ LD മുതലായ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടും ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജനറൽ PSCക്ക് വേണ്ടിയിട്ട് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിന്റെയും ഫീസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ സ്റ്റോർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും കിട്ടും കേട്ടോ. അപ്പൊ എല്ലാ കോഴ്സുകളിലും ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, അതുപോലെ ഫുൾ സിലബസ് കവർ ചെയ്ത് ഞാൻ ക്ലാസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കും. ഓക്കെ, ഹർഷിതം സ്പെഷ്യൽ ഷോർട്ട് GK ഉണ്ടായിരിക്കും, പുതിയ SCRT ഉണ്ടായിരിക്കും, പഴയ SCRT ഉണ്ടായിരിക്കും. എല്ലാം കൂടി അടങ്ങുന്ന പാക്കേജ് ആണ്. പിന്നെ ക്ലാസ് കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആപ്പിൽ തന്നെ എന്നോട് ചോദിക്കാനുള്ള ഓപ്ഷനും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കുമേ. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. അമേരിക്കൻ ആഭ്യന്തര യുദ്ധവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായവ കണ്ടെത്തുക. ഇവിടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ആദ്യത്തെ 3 പ്രസ്താവന ശരിയാണ്. USA 16ാമത് പ്രസിഡന്റ് ആയിരുന്നു എബ്രഹാം ലിങ്കൺ. 1861 ഏപ്രിലിൽ അമേരിക്കൻ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. 1865 ഏപ്രിലിൽ ഔദ്യോഗികമായി സമരം അവസാനിച്ചു. ഓക്കെ, ഇത് 3 ശരി.
1945 ഒക്ടോബർ 24 നിലവിൽ വന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ ലക്ഷ്യങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ശരിയായവ തെരഞ്ഞെടുത്ത് എഴുതുക. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, ഭാവി തലമുറയെ യുദ്ധത്തിൽ നിന്നും രക്ഷിക്കുക. അടുത്തത്, ലോക ജനതയുടെ സാമൂഹ്യ സാമ്പത്തിക പുരോഗതി ഉറപ്പുവരുത്തുക. മനുഷ്യന്റെ മൗലിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുക. ഇത് മൂന്നുമാണ് ശരി. പാമ്പൻ പാലവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായവ തെരഞ്ഞെടുത്ത് എഴുതുക. രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപാലമാണ് പാമ്പൻ പാലം. കറണ്ട് അഫയർ ആണ്. 2025 ഏപ്രിൽ 6 പുതിയ പാമ്പൻ പാലത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു. പുതിയ പാലത്തിന് സമുദ്രനിരപ്പിൽ നിന്നും 2.5 മീറ്റർ ഉയരവും 2.08 കിലോമീറ്റർ നീളവുമുണ്ട്. ഇത് മൂന്നുമാണ് ശരി. പഴയ പാമ്പൻ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായത് 1911-13 ഇത് ഒഫീഷ്യലി ആൾക്കാർക്ക് അല്ലെങ്കിൽ ട്രാഫിക്കിന് വേണ്ടിയിട്ട് തുറന്നുകൊടുത്തത് 1914. അടുത്ത ചോദ്യം, ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. യമുന ഗംഗയുടെ ഒരു പ്രധാന കൈവഴി അലഹാബാദിൽ വെച്ച് കൂടിച്ചേരുന്നു. കോസി ബീഹാറിന്റെ ദുഃഖം. ഇവിടെ ഓപ്ഷൻ ബി ഒന്ന് നോക്കിക്കേ, 2, 3, 4. നാലാമത്തെ പ്രസ്താവന കണ്ടോ, ബ്രഹ്മപുത്ര ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിൽ നിന്നും ഉത്ഭവിക്കുന്നു. ഇത് ശരിയാണ്. അപ്പോൾ ഇത് ഓപ്ഷൻ ബി ആകാൻ ചാൻസ് ഉണ്ട് ഫൈനൽ ആൻസർ കീയിൽ. കാരണം പുതിയ SCERT ജോഗ്രഫി ഒന്നാമത്തെ ചാപ്റ്റർ നോക്കിക്കേ, ബ്രഹ്മപുത്ര നദിയെ കുറിച്ചുള്ള പോയിന്റ് ആണ്. മാനസ സരോവർ തടാകത്തിനടുത്ത് ചെമൈങ്തുങ് ഹിമാനിൽ നിന്ന് ഉത്ഭവിക്കുന്ന ബ്രഹ്മപുത്രയും അതിന്റെ പോഷക നദികളായ ദിമാഗ്, ലോഹിത്, മാനസ് മുതലായവയുമാണ് കിഴക്കൻ ഹിമാലയത്തിലെ നദീവ്യൂഹം. ഇവിടെ കൊടുത്തിട്ടുണ്ട് മാനസ സരോവർ തടാകത്തിനടുത്ത് നിന്ന് ഉത്ഭവിക്കുന്നു എന്ന് കൊടുത്തിട്ടുണ്ട്. സിന്ധു നദിയും കൊടുത്തിട്ടുണ്ട്. മാനസ സരോവർ തടാകത്തിനടുത്ത് ബൊഖാർച്ചു ഗ്ലേസിയറിൽ നിന്ന് ഉത്ഭവിക്കുന്നു. അപ്പോൾ മാനസ സരോവർ തടാകത്തിനടുത്ത് തന്നെയാണ് ഉത്ഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി വരാനുള്ള ചാൻസ് ഉണ്ട്. PSC പ്രൊഫഷണൽ ആൻസർ കീഴിൽ സി ആണ് കൊടുത്തത്. അടുത്ത ചോദ്യം നോക്കാം. ഗൾഫ് സ്ട്രീം എന്ന വേഗതയേറിയ സമുദ്രജല പ്രവാഹം ഏത് സമുദ്രത്തിന്റെ ഭാഗമാണ്? അറ്റ്ലാന്റിക് സമുദ്രമാണ്. ഉഷ്ണമേഖല ചക്രവാതങ്ങൾ വിവിധ രാജ്യങ്ങളിലെ അല്ലെങ്കിൽ സമുദ്രമേഖലകളിലെ പേരുകൾ നൽകിയിരിക്കുന്നു. ശരിയായ ജോഡി കണ്ടെത്തുക. ഇന്ത്യൻ മഹാസമുദ്രം സൈക്ലോൺ, അറ്റ്ലാന്റിക് സമുദ്രം കരീബിയൻ സമുദ്രം ഹറിക്കെയിൻ, ചൈന കടൽ പസഫിക് സമുദ്രം ടൈഫൂൺ. ഇത് മൂന്നുമാണ് ശരി. റോഡ് സാന്ദ്രതയുടെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിലുള്ള സംസ്ഥാനം ഏത്? കേരളമാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്ക് ഏത്? പാമ്പാടുംചോല നാഷണൽ പാർക്കാണ്. ധരാതലീയ ഭൂപടങ്ങളിൽ അടുത്തടുത്തായി വരയ്ക്കുന്ന കോണ്ടൂർ രേഖകൾ എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു? കോണ്ടൂർ രേഖകൾ കുത്തനെയുള്ള ചരിവിനെ പ്രതിനിധാനം ചെയ്യുന്നു. നികുതി, പൊതുചെലവ് എന്നിവയുമായി ബന്ധപ്പെട്ട് സമ്പദ് വ്യവസ്ഥയിൽ സ്ഥിരത കൈവരിക്കുന്നതിനുള്ള ഗവൺമെന്റിന്റെ നയം ഏതു പേരിൽ അറിയപ്പെടുന്നു? ധനനയം. ഇറക്കുമതി ചുങ്കനിരക്ക് കുറച്ചുകൊണ്ടുവരിക എന്ന ലക്ഷ്യം ഏത് പരിഷ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വ്യാപാര നിക്ഷേപ നയ പരിഷ്കാരങ്ങൾ. ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ബാങ്ക് ഏത്? സ്ഥിരം ചോദ്യം. ദേശീയ കാർഷിക ഗ്രാമീണ വികസന ബാങ്കാണ്. അടുത്തത്, നീതി ആയോഗിന്റെ സാമ്പത്തിക ആരോഗ്യ സൂചിക 2025 പ്രകാരം മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏത്? ഒഡീഷ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ സി ആണ് ശരിയല്ലാത്തത്. മൂന്നാമത്തെ പ്രസ്താവന എന്തുകൊണ്ട് തെറ്റിപ്പോയി? ഇന്ത്യയിൽ റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയ വർഷം 1978-80 ആണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1951-56. ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത്. 11ാം പഞ്ചവത്സര പദ്ധതി 2007-2012. 2025-26 കേന്ദ്ര ബജറ്റിൽ പ്രധാനമന്ത്രി ധാന്യ കൃഷി യോജന പദ്ധതിയിൽ എത്ര കാർഷിക ജില്ലകൾ ഉൾപ്പെടുന്നു? 100 ആണ്. ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ താൽക്കാലിക പ്രസിഡന്റ് ആരായിരുന്നു? സച്ചിദാനന്ദ സിൻഹ. ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചില വ്യവസ്ഥകളും ആശയങ്ങളും അവ കടമെടുത്ത രാജ്യങ്ങളും പേരുകളും ചുവടെ തന്നിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. നിയമനിർമ്മാണ പ്രക്രിയ ബ്രിട്ടനിൽ നിന്നാണ് കടമെടുത്തത്. സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ കടമെടുത്തത് അമേരിക്കയിൽ നിന്ന്. അർദ്ധ ഫെഡറൽ സമ്പ്രദായം കാനഡ. നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡ്. ഇതാണ് ശരിയായിട്ടുള്ളത്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ 2 മാത്രമാണ് ശരി. 1978 44ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തു. ഇന്ത്യൻ ഭരണഘടനയിൽ വരുത്തിയ ചില പ്രധാന ഭേദഗതികൾ ചുവടെ തന്നിരിക്കുന്നു. ചേരുംപടി ചേർക്കുക.
ഇവിടെ 42ാമത് ഭേദഗതി ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ ആശയങ്ങൾ ഉൾപ്പെടുത്തി. 86ാമത് ഭേദഗതി നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം. 73ാമത് ഭേദഗതി പഞ്ചായത്തി രാജ് നിയമ ഭേദഗതി. 52 കൂറുമാറ്റ നിരോധന നിയമം. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന രാഷ്ട്ര നയത്തെ സംബന്ധിക്കുന്ന നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഐത്താചാര നിർമ്മാർജ്ജനമാണ്. താഴെ പറയുന്നവയിൽ കേന്ദ്രകാര്യ നിർവഹണ വിഭാഗവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് രാഷ്ട്രത്തിന്റെ തലവൻ പ്രസിഡന്റും ഗവൺമെന്റിന്റെ തലവൻ പ്രധാനമന്ത്രിയുമാണ്. ഇന്ത്യൻ പാർലമെന്റ് പാസാക്കുന്ന എല്ലാ ബില്ലുകളും നിയമമാകുന്നത് പ്രസിഡന്റിന്റെ അംഗീകാരത്തോടുകൂടിയാണ്. ഇത് രണ്ടുമാണേ. താഴെ പറയുന്ന ഇനങ്ങളിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം കണ്ടെത്തുക. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടത് വനമാണ്. വനം. ഇന്ത്യൻ ഭരണഘടനയുടെ 73ാമത് ഭേദഗതി പ്രകാരം ഇന്ത്യയിൽ നടപ്പിലാക്കിയ പഞ്ചായത്തി രാജ് നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതൊക്കെ? ഇവിടെ സംസ്ഥാനങ്ങളിൽ ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ തലങ്ങളിൽ ഒരു ത്രിതല പഞ്ചായത്തി രാജ് സംവിധാനം സ്ഥാപിക്കുന്നതിന് ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. പഞ്ചായത്തുകളുടെ അധികാരങ്ങളും ചുമതലകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഭരണഘടനയുടെ 11ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ എല്ലാ തെരഞ്ഞെടുപ്പുകളും ഒരുമിച്ച് നടത്തുന്നതിനായി അവതരിപ്പിക്കപ്പെട്ട ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഉന്നതതല സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? രാംനാഥ് കോവിന്ദ്. കേരളത്തിലെ മുന്നാക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിലുള്ളവർക്ക് വിദ്യാഭ്യാസത്തിനും പ്രവേശന മത്സര പരീക്ഷ പരിശീലനത്തിനും കേരള സംസ്ഥാന മുന്നാക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ നൽകുന്ന സ്കോളർഷിപ്പിന്റെ പേര് എന്ത്? വിദ്യാ സമുന്നതി. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ ആരാണ്? മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി. ഇന്ത്യയിൽ നടപ്പിലാക്കിയ പഞ്ചായത്തി രാജ് നിയമവുമായി ബന്ധപ്പെട്ട് യോജിക്കുന്ന പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക. ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ഭരണഘടനയുടെ 73ാം ഭേദഗതി പഞ്ചായത്തുകളിലെയും 74ാം ഭേദഗതി മുനിസിപ്പാലിറ്റികളിലെയും പ്രാദേശിക ഗവൺമെന്റുകളെ സംബന്ധിച്ചുള്ളതാണ്. ഓരോ വാർഡിലെ മുഴുവൻ സമ്മതിദായകരും അതത് വാർഡിന്റെ ഗ്രാമസഭകളിലെ അംഗങ്ങളാണ്. കേരള സംസ്ഥാനത്തിൽ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും എല്ലാ തലങ്ങളിലുമുള്ള മൊത്തം സീറ്റുകളുടെ 50% സ്ത്രീകൾക്കായി സംവരണം ചെയ്തിരിക്കുന്നു. എല്ലാം ശരിയാണേ. മയക്കുമരുന്നുകളുടെ വിതരണവും ഉപയോഗവും വ്യാപനവും തടയാൻ കേരള സംസ്ഥാന പോലീസ് രൂപം നൽകിയ പദ്ധതിയുടെ പേരെന്ത്? യോദ്ധാവ്. വൈറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം കാരണം കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെടുന്ന രോഗാവസ്ഥയുടെ പേരെന്താണ്? സീറോഫ്താൽമിയ. അടുത്ത ചോദ്യം, സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എയ്ഡ്സ് ബോധവൽക്കരണം എന്ന ആശയം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ക്ലബ്ബ് ഏത്? റെഡ് റിബൺ ക്ലബ്ബാണ്. മനുഷ്യന്റെ അസ്ഥികളുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ ചുവടെ നൽകിയിരിക്കുന്നു. അവയിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുക്കുക. പ്രായപൂർത്തിയായ മനുഷ്യ ശരീരത്തിൽ 206 അസ്ഥിയുണ്ട്. മനുഷ്യരിൽ 12 ജോഡി വാരിയെല്ലുകളുണ്ട്. ഇത് രണ്ടുമാണ് ശരി. അമൃതാദേവി ബിഷ്ണോയി അവാർഡ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വനസംരക്ഷണം. സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് അടുത്ത കാലത്തായി കണ്ടെത്തിയ ഹോമോനിലേഡി എന്ന മനുഷ്യ പൂർവികന്റെ അവശിഷ്ടങ്ങൾ ലഭ്യമായത് ഏത് ഗുഹയിൽ നിന്നാണ്? റൈസിംഗ് സ്റ്റാർ കേവ്. അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് വുമൺ വിത്ത് വൈൽഡ് ഹെയർ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? സുനിത വില്യംസ്. ദൃശ്യപ്രകാശത്തിന്റെ ആവൃത്തി F1-ഉം മൈക്രോവേവിന്റെ ആവൃത്തി F2-ഉം എക്സ് കിരണങ്ങളുടെ ആവൃത്തി F3-യും ആണെങ്കിൽ താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. F3 > F1 > F2. ഒരു പ്രൊജക്ടൈലിന്റെ പറക്കൽ സമയം 2 സെക്കൻഡ് ആണ്. അതിന്റെ പരമാവധി ഉയരം കണക്കാക്കുക. 5 മീറ്റർ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണത്തെ സംബന്ധിച്ച് ശരിയായവ ഏതൊക്കെയാണ്? 1ഉം 3ഉം ആണ് ശരി. ഭൗമോപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് പോകുന്തോറും ജിയുടെ മൂല്യം കുറഞ്ഞു വരുന്നു. ധ്രുവപ്രദേശങ്ങളിലാണ് ജിക്ക് ഏറ്റവും ഉയർന്ന മൂല്യം. ബഹിരാകാശത്ത് വെച്ച് ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന സ്പേസ് ഡോക്കിംഗ് വിജയകരമായി പരീക്ഷിച്ച 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഏതൊക്കെ ഉപഗ്രഹങ്ങളെയാണ് സ്പേസ് ഡോക്കിംഗ് വഴി ബന്ധിപ്പിച്ചത്? SDX-01നെയും SDX-02നെയാണ്. ചില മൂലകങ്ങളെ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ പട്ടികപ്പെടുത്തിയിരിക്കുന്നു. ഇതിൽ നിന്നും ട്രാൻസ് യുറേനിയം മൂലകത്തെ കണ്ടെത്തുക. ഇവിടെ തന്നിരിക്കുന്നതിൽ ഫെർമിയമാണ്. ഫെർമിയം. താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ അമോണിയ എന്ന സംയുക്തത്തെക്കുറിച്ച് ശരിയായവ കണ്ടെത്തുക. അമോണിയയെക്കുറിച്ച് അമോണിയ തന്മാത്രയ്ക്ക് ത്രികോണീയ പിരമിഡ് ആകൃതിയാണ്. രൂക്ഷഗന്ധമുള്ള നിറമില്ലാത്ത വാതകമാണിത്. ചുവടെ കൊടുത്തിരിക്കുന്ന ഗ്രാഫ് ഏത് വാതക നിയമത്തെ പ്രതിനിധാനം ചെയ്യുന്നു? ലേ ലൂസാക് നിയമത്തെ.
ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഏത് അലോഹ മൂലകത്തിന്റെ സാന്നിധ്യമാണ് ചന്ദ്രയാൻ 3 കണ്ടെത്തിയത്? എസ് ആണ്, അതായത് തൃശൂർ പൂരം ആരംഭിച്ച രാജാവ് ആരാണ്? ശക്തൻ തമ്പുരാനാണ്. താഴെ പറയുന്നവയിൽ 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് നേടാത്തത് ആര്? സുഖ്ജിത് സിംഗ് ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? പ്രായം ചെന്നവർക്ക് വേണ്ടി മധ്യ കേരളത്തിൽ അനാഥാലയങ്ങൾ സ്ഥാപിച്ചു, സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചു എന്നിവയാണ്. ഇരയിമൻ തമ്പി രചിച്ച ആട്ടക്കഥകൾ താഴെ പറയുന്നവയിൽ ഏത്? കീചകവധവും ഉത്തരാ സ്വയംവരവും ആണ്. നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി ആര്? ഗായത്രി സ്പിവാക് ആണ്. 100-നും 200-നും ഇടയിൽ 9 കൊണ്ട് ഹരിക്കാൻ സാധിക്കാത്ത സംഖ്യകളുടെ തുക 13,167. ഒരു വൃത്തത്തിന്റെ വൃത്തപരിധിയും പരപ്പളവും ഇവ തുല്യമായാൽ അതിന്റെ വ്യാസം എത്രയാണ്? 4 യൂണിറ്റ്. ഒരു ക്ലോക്കിലെ മിനിറ്റ് 5 സെന്റിമീറ്റർ നീളമുണ്ട്. രാവിലെ 6:05 മുതൽ രാവിലെ 6:40 വരെ ഇത് സഞ്ചരിച്ച ഭാഗത്തിന്റെ പരപ്പളവ്, മിനിറ്റ് സൂചിയാണ് ഉദ്ദേശിക്കുന്നത്, 45 and 5/6 സെന്റിമീറ്റർ സ്ക്വയർ. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ശ്രേണി പൂർത്തിയാക്കുക. ഇവിടെ അടുത്ത് വരുന്നത് JTN ആണ്. JTN 16 സെന്റിമീറ്റർ ചുറ്റളവുള്ള സമചതുരത്തിന്റെ ഉള്ളിൽ കൊള്ളാവുന്ന വൃത്തത്തിന്റെ പരപ്പളവ് എത്രയാണ്? 12.56 സെന്റിമീറ്റർ സ്ക്വയർ. 86 + 52 = 5. 63 + 72 = 8 ആയാൽ 83 + 72 വാല്യൂ എത്രയാണ്? 10. ഈ ഒരു ക്രിയ ചെയ്യുമ്പോൾ എത്രയാ വാല്യൂ കിട്ടുന്നത്? ബോർഡ് മാസ് വെച്ച് ചെയ്യുക. 10 ആണ് ഉത്തരം. x - 1/x = 3, x ≠ 0 ആയാൽ x⁴ + 1/x⁴. ഇതിന്റെ വില എത്രയാണ്? 119. പ്രോഗ്രസിന്റെ കോഡ് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ കൈറ്റിന്റെ കോഡ് എഴുതാനാ പറഞ്ഞേക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. Identify the segment of the sentence that contains a grammatical error. It actually does take place and the water on this area is forbidden. ഉത്തരം and the water on this area ആണ്. ഇവിടെ ഇൻഡിഫാക്റ്റിഗബിൾ അതിന്റെ ആന്റോണിയം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻഡോളന്റ് ആണ് ഉത്തരം. റീഅറേഞ്ച് ദ പാർട്സ് ഓഫ് സെന്റൻസ് ഇൻ കറക്റ്റ് ഓർഡർ. ഡ്യൂ ടു ഈ 4 എണ്ണത്തിനെ കറക്റ്റ് ഓർഡറിലാക്കി ഒരു സെന്റൻസ് ആക്കണം. ആദ്യം വരുന്നത് ദ ലാക്ക് ഓഫ് ആൻ അഡിക്വേറ്റ് വാർണിംഗ് സിസ്റ്റം. ദ സുനാമി ഓഫ് 2004 devastated a large portion of the coastal areas of Tamil Nadu. ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യം, സെലക്ട് ദ കറക്റ്റ് ഇൻഡയറക്റ്റ് ഫോം ഓഫ് ദ ഗിവൺ സെന്റൻസ്. ജോൺ സെഡ് ടു ടീന വേർ വേർ യു ഗോയിങ്. ഉത്തരം ജോൺ ആസ്ക്ഡ് ടീന വേർ ഷീ ഹാഡ് ബീൻ ഗോയിങ് ആണ്. അടുത്ത ചോദ്യം നോക്കാം. ചൂസ് ദ കറക്റ്റ് സ്പെല്ലിംഗ് ഫ്രം ദ ഓപ്ഷൻസ് ബിലോ. അക്വൈന്റൻസ് കറക്റ്റ് സ്പെല്ലിംഗ് ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇഫ് ഷീ ഹാഡ് ടേക്കൺ ദ മെഡിസിൻ ഷീ ഡാഷ് ബെറ്റർ. ഉത്തരം would have felt better. Every school and college dash a library. The students along with their friends dash the library. Has visit ആണ്. Hasഉം വിസിറ്റും. His wife can't dash his terrible behavior anymore. Put up with ആണ്. Tolerate. Find out the compound word. ഇതിലെ compound word ഏതാണ്? എല്ലാം compound word ആണ്. Have the whip hand means ഉത്തരം to be in a position to control. ഒറ്റപ്പദമാക്കുക. സുമിത്രയുടെ പുത്രൻ. ഒറ്റപ്പദം സൗമിത്രി. പര്യായപദം താഴെ തന്നിരിക്കുന്ന സൂചനകളിൽ നിന്ന് മാവിന്റെ പര്യായപദം എഴുതുക. ചൂതമാണ്. സ്ത്രീലിംഗ പ്രത്യയം ഏതാണ്? ഇവിടെ തന്നിരിക്കുന്നതിന് തീയാണ്. ഗൗരവം ഇതിന്റെ വിപരീത ശബ്ദം ലാഘവം. ജീവിതത്തിൽ അപായ സാധ്യതകളെ നേരിടാൻ തയ്യാറുള്ളവർ അഭിവൃദ്ധി പ്രാപിക്കും എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പഴഞ്ചൊല്ല് ഏത്? ഭാഗ്യം ധീരനെ തുണയ്ക്കുന്നു എന്നതാണ്. കേട്ടു എന്ന പദം ശരിയായി പിരിച്ചെഴുതിയാൽ എങ്ങനെയാ? കേൾ അധികം തൂ. കണ്ണട ചിരുട്ടാക്കുക എന്ന ശൈലി താഴെ തന്നിരിക്കുന്നവയിൽ എന്തിനെ സൂചിപ്പിക്കുന്നു? സത്യവിരുദ്ധമായി പ്രവർത്തിക്കുക. ആർ ഏത് ബഹുവചന പ്രത്യയമാണ്? ആർ എന്നത് പൂജക ബഹുവചനം. ഖനനം ചെയ്യുന്നവൻ എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഒറ്റപ്പദമാണ്. ഘാതകനാണ്. ദുഷ്യന്തന്റെ വെള്ളക്കുതിര ഇന്നലെ വേഗം ഓടി. ഈ വാക്യത്തിലെ ആഖ്യാതം ഏത്? ഓടി എന്നതാണ്. അതീവ സുരക്ഷ ജയിലിൽ പാർപ്പിക്കേണ്ട തടവുകാർ. ഭീകരവാദികൾ, അപകടകാരികളായ തടവുകാർ, തീവ്രവാദികൾ. ഇത് 3 കേരള പ്രിസൺ ആക്ട് 2010 പ്രകാരം സംസ്ഥാന സർക്കാർ നൽകുന്ന പരോളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏത്? ഓപ്ഷൻ ബി ആണ്. ഏതൊരു തടവുകാരനും പരോൾ ലഭിക്കും എന്നത്. തടവുകാരെ പ്രത്യേകിച്ച് സെൻട്രൽ ജയിലിനകത്തെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതിനും വ്യക്തിപരവും കുടുംബപരവുമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സഹായിക്കുന്നതിനും ഒരു കൗൺസിലറായി പ്രവർത്തിക്കേണ്ടത് ആര്? വെൽഫെയർ ഓഫീസർ ആണ്.
2014 കേരള പ്രിസണും സംശുദ്ധീകരണ സന്മാർഗീകരണ സേവനങ്ങളും ചട്ടങ്ങൾ പ്രകാരം തടവുകാരെ അകാല വിടുതൽ ശുപാർശ ചെയ്യുന്ന സമിതിയിൽ അംഗമല്ലാത്തത് പോലീസ് DGP ആണ്. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. മനുഷ്യാവകാശ കമ്മീഷന്റെ നേരിട്ടുള്ള അധികാരത്തിൽ വരാത്തത് ഏത്? ഓപ്ഷൻ എ, ഏതെങ്കിലും ആളെ അറസ്റ്റ് ചെയ്യുന്നതിന്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളിൽ പെടാത്തത് സുപ്രീം കോടതി ജഡ്ജി ആയിരുന്നതോ ആയ ഒരു വ്യക്തിയാണ്. ആരോപിക്കപ്പെടുന്ന പ്രവൃത്തി ചെയ്ത തീയതി മുതൽ എത്ര കാലാവധി കഴിഞ്ഞ ശേഷം ഏതൊരു സംഗതിയിലും മനുഷ്യാവകാശ അന്വേഷണ വിചാരണ നടത്തുവാൻ പാടുള്ളതല്ല? 1 വർഷം. മനുഷ്യാവകാശ കമ്മീഷന്റെ കാര്യക്ഷമമായ നിർവഹണത്തിന് ഏത് റാങ്കിൽ കുറയാത്ത പോലീസ് ഓഫീസറെയാണ് സെക്ഷൻ 27 പ്രകാരം നിയോഗിക്കേണ്ടത്? IG ആണ്. IG. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും നിയമനം ഗവർണർ നടത്തുന്നത്. ശുപാർശ ചെയ്യേണ്ടുന്ന കമ്മിറ്റിയിൽ അംഗമല്ലാത്ത വ്യക്തി താഴെ പറയുന്നതിൽ ആര്? നിയമമന്ത്രിയാണ്. വിവരാവകാശ നിയമം 2005 പ്രകാരം ആവശ്യപ്പെട്ടിട്ടുള്ള വിവരം ഒരു വ്യക്തിയുടെ ജീവനും സ്വാതന്ത്ര്യവും സംബന്ധിച്ചുള്ളതാണെങ്കിൽ അപേക്ഷ ലഭിച്ച് എത്ര സമയത്തിനുള്ളിൽ മറുപടി നൽകണം? 48 മണിക്കൂർ. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെ നിയമനവുമായി ബന്ധപ്പെട്ട താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. 1ഉം 2ഉം ആണ്. 5 വർഷം കാലാവധി, 65 വയസ്സ് പൂർത്തിയായ ശേഷം സ്ഥാനം വഹിക്കാൻ പാടില്ല. വിവരം ലഭിക്കുവാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദം ഉറപ്പുവരുത്തുന്നു? 19. വിവരാവകാശ നിയമം 2005 പ്രകാരം ഏതെങ്കിലും വിധത്തിൽ വിവരം നൽകുന്നത് തടസ്സപ്പെടുത്തുകയോ ചെയ്തിട്ടുള്ളപ്പോൾ 250 വീതം ഓരോ ദിവസവും പിഴ ചുമത്തേണ്ടതും അത്തരത്തിലുള്ള പിഴ സംഖ്യ എത്ര രൂപയിൽ കവിയാൻ പാടില്ല? 25,000 രൂപയിൽ കവിയാൻ പാടില്ല. വിവരാവകാശ നിയമം 2005 സെക്ഷൻ 8 പ്രകാരം ചുവടെ പറഞ്ഞിട്ടുള്ളതിൽ വിവരം വെളിപ്പെടുത്തുന്നതിൽ നിന്നും ഒഴിവാക്കൽ ചെയ്തിട്ടുള്ളത് ഏതാണ്? ആദ്യത്തെ 3 ഒഴിവാക്കിയിട്ടുണ്ട്. അടുത്തത്, മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൽ സിഗ്മണ്ട് ഫ്രോയിഡ് വ്യക്തിത്വത്തിന്റെ ഘടനാപരമായ മാതൃക രൂപപ്പെടുത്തുന്നത് ഏതൊക്കെ ഘടകങ്ങൾ ഉൾച്ചേർത്താണ്? ഇത്, ഈഗോ, സൂപ്പർ ഈഗോ. മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുന്നതിന് ഉപയുക്തമാവുന്ന ആരോഗ്യകരമായ മനോസാന്ത്വന രീതി സമ്മർദ്ദത്തെ അതിജീവിക്കാൻ ശ്വസന വിശ്രാന്തി പ്രയോഗിക്കുന്നത്. എബ്രഹാം മാസ്ലോവിന്റെ ആവശ്യകതകളുടെ ശ്രേണി സിദ്ധാന്ത പ്രകാരം ഒരു വ്യക്തിയുടെ പരമാവധി ശേഷികൾ സ്വയം തിരിച്ചറിയുന്നത് ഏത് ഘട്ടത്തിലാണ്? ആത്മസാക്ഷാത്കാരം. ഉത്കണ്ഠയെ മനഃശാസ്ത്രപരമായി വ്യക്തമാക്കുന്ന ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. പുലി ആക്രമിക്കാൻ വരുമ്പോൾ അനുഭവപ്പെടുന്നതാണ് ഭയം. ഭാവിയിൽ സംഭവിക്കാവുന്നതായി കരുതുന്ന കാര്യങ്ങളോടുള്ള ആശങ്കയാണ് ഉത്കണ്ഠ. ഹോവാർഡ് ഗാർഡനറിന്റെ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കി ആന്തരിക വൈയക്തിക ബുദ്ധിയുമായി ബന്ധപ്പെട്ട വ്യക്തിഗത സ്വഭാവം ഏത്? ഓപ്ഷൻ ഡി ആണ്. സ്വയം ആഴത്തിൽ മനസ്സിലാക്കുന്നതിനും വിലയിരുത്തുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമുള്ള കഴിവ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ പരീക്ഷയ്ക്ക് ചോദിച്ച 100 ചോദ്യങ്ങൾ. 80 എണ്ണം നിങ്ങൾ നന്നായിട്ട് നോക്കുക. എല്ലാ ജനറൽ PSC പരീക്ഷകൾക്കും ഉള്ളതാണ്. ഈ ഒരു ആൻസർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിരിക്കുമല്ലോ. നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ചെക്ക് ചെയ്തേക്കാം. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹർഷിതം എഡ്യൂടെക് ആപ്പിന്റെ ലിങ്ക് ഫസ്റ്റ് കമന്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ടായിരിക്കുവേ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും